നമസ്കാരം. മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. ഹരിത സമൃദ്ധിയിലേക്ക് ഒരു ചുവട്. കടപ്ലാമറ്റം സെന്റ് ആനീസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കടപ്ലാമറ്റം പരിസ്ഥിതി സംരക്ഷണവും നാടിന്റെ ശുചിത്വവും മുൻനിർത്തി കടപ്ലാമറ്റം സെന്റ് ആനീസ് ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കേവലം ചടങ്ങുകൾ ഒതുക്കാതെ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെ നാടിന് മാതൃകയാവുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ദിനത്തിൽ സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ചത്. കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ പുത്തൻകുളം സൂര്യപ്പടി റോഡ് സൗന്ദര്യവൽക്കരണ പദ്ധതിയിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കാളികളായി. റോഡിന്റെ ഇരുവശങ്ങളും ഭംഗിയാവുന്ന പ്രവൃത്തികളിൽ കുട്ടികൾ മുന്നിട്ടിറങ്ങി. കൂടാതെ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഗുഡ് ഫ്രൈഡേ ക്ലബ്ബും നിർമ്മൽ റൈസും സംയുക്തമായി സംഘടിപ്പിച്ച പരിസര ശുചീകരണ യജ്ഞത്തിലും അധ്യാപകർക്കൊപ്പം വിദ്യാർത്ഥികളും കൈകോർത്തു. നാടിന്റെ ശുചിത്വ പരിപാലനത്തിൽ തങ്ങൾക്കുമുള്ള പങ്കിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ ഈ ശുചീകരണ പ്രവർത്തനം കുട്ടികൾക്ക് സഹായകരമായി. ദിനാചരണത്തോടനുബന്ധിച്ച് കടപ്ലാമറ്റം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ വൃക്ഷത്തൈ നടീൽ കർമ്മവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജീന സിറീഖ്, കൃഷി ഓഫീസർ ശ്രീമതി സാനിയ വി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാലയത്തിൽ വൃക്ഷത്തൈകൾ നട്ടത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കടപ്ലാമറ്റം SMYM യൂണിറ്റ് വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. രാവിലെ നടന്ന പ്രത്യേക സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ ശ്രീ സോജൻ ജേക്കബ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പ്രകൃതിയെ കരുതലോടെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനി ആര്യമോൾ അനീഷ് സഹപാഠികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളെ സർഗാത്മകതയും പരിസ്ഥിതി ബോധവും വളർത്തുന്നതിനായി സ്കൂളിൽ പോസ്റ്റർ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മനോഹരമായ നിരവധി പോസ്റ്ററുകളാണ് മത്സരത്തിൽ കുട്ടികൾ വരച്ചു തയ്യാറാക്കിയത്. പ്രകൃതിയോടുള്ള ആദരവും നാടിനോടുള്ള പ്രതിബദ്ധതയും ഒത്തുചേർന്ന വേറിട്ടൊരു പരിസ്ഥിതി ദിനാചരണത്തിനാണ് കടപ്ലാമറ്റം സെന്റ് ആനീസ് ഹൈസ്കൂൾ സാക്ഷ്യം വഹിച്ചത്.